ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീല് ധാരണയായി. 18%, അതായത് 50 നിന്നും 18%, റെസിപ്രോക്കലായി 25% നിന്നും 18%, അതായത് റഷ്യ ഓയിൽ വാങ്ങിയതിൻ്റെ പ്യുണിറ്റീവ്, അതായത് പീനൽ ടാരിഫായ 25% എടുത്തു കളഞ്ഞു. ഇതാണ് ട്രംപ് നിന്നും അതേപോലെ ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോർ, പിന്നീട് ഇന്ത്യൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് കൗണ്ടറായിട്ട് അതായത് അനുകൂലമായിട്ട് ട്വീറ്റ് ചെയ്തു. മനസ്സിലാക്കുക, ഈ 18% എന്ന് പറയുന്നൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യം നേരത്തെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ട് പോയിരുന്ന ഗുഡ്സ് 0 ടാരിഫാണ്. അത് 18% ആക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഏതൊക്കെ ഗുഡ്സിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് 0 ടാരിഫായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ലേറ്റർ സ്റ്റേജിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. അമേരിക്കൻ ക്യാബിനറ്റ് സെക്രട്ടറി ഒഫീഷ്യൽസും ഇന്ത്യയിൽ വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ. ഈ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ധാരണയായിട്ടുണ്ട്. അതിനെപ്പറ്റി ഫർദർ പിന്നീട് അറിയും. പിന്നീട് മനസ്സിലാക്കുക, ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തു റഷ്യൻ ഓയിൽ വാങ്ങില്ല. നമ്പർ 1. അതായത് ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? അമേരിക്ക. ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങരുത്. നമ്പർ 1. രണ്ടാമത് മനസ്സിലാക്കുക, ഇന്ത്യ പുതിയതായിട്ട് പിടിച്ചെടുത്ത വെനസ്വേലൻ അമേരിക്കൻ ഓയിൽ വാങ്ങും. അതേപോലെ അമേരിക്കൻ ടെക്നോളജി വാങ്ങും. $500 ബില്യൺ. ആലോചിച്ച് നോക്കണം, ആരാണ് ഇതിനകത്ത് സക്സസ് ആയെന്നുള്ളതൊക്കെ വരാനുള്ള സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് മാത്രമൊന്നുമല്ല, അതായത് കൂടുതലായിട്ട് അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യ വാങ്ങണം. ഇന്ത്യ അമേരിക്ക പറയുന്നിടത്തുനിന്ന് മാത്രമേ, അതായത് റഷ്യൻ ക്രൂഡ് മാത്രമൊന്നുമല്ല, റഷ്യയുടെ ആയുധങ്ങൾ മാത്രമൊന്നുമല്ല, ഒരു പുല്ലും റഷ്യയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ഇന്ത്യ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വിൻ വിൻ സിറ്റുവേഷൻ എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് 2 രാജ്യത്തിനും പ്രയോജനം ഉണ്ടാകും. ഇപ്പം ഏത് രാജ്യത്തിനാണ് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് വരാനുള്ള ദിവസങ്ങളിൽ കണ്ടോണം. ഏത് രാജ്യത്തിനാണ് പ്രയോജനം ഉണ്ടാകുന്നത്? അതായത് കൃത്യമായിട്ട് പറയാം, ഈ ഡീലിൻ്റെ ഈ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങൾ പുറത്തു വന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഈ ഡീല് കൃത്യമായിട്ട് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. കാരണം ഇത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അമേരിക്കയെ സംബന്ധിച്ച് അവർ ലോകത്തെല്ലാ രാജ്യങ്ങളുമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിനകത്ത് ഇന്ത്യൻ ഡിപ്ലോമസിക്കുണ്ടായ ചില പാളിച്ചകളാണ് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ചിലപ്പോൾ നമ്മൾ അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വാങ്ങുന്നില്ല, എഗ്രീഡ് കംപ്ലീറ്റ്. പക്ഷേ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഒരു നിബന്ധന വെക്കാൻ സാധിക്കുന്നത്? ഇന്ത്യ വെനസ്വേലൻ ഓയിൽ വാങ്ങണം. ഒരു കാര്യം ഞാൻ പറയാം, വെനസ്വേലയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ചൈനയാണ്. അതായത് അമേരിക്ക ഈ വെനസ്വേലയെ കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് പിടിച്ചെടുത്ത സമയത്ത് ഇത് കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലായി. ചൈനയായിരുന്നു ഏറ്റവും വലിയ ബയർ. സ്ട്രോങ് ക്രൂഡാണ്, അതിന് വളരെ ചീപ്പാണ്. പക്ഷേ ഇത് റിഫൈനറിയിൽ റിഫൈൻ ചെയ്യാൻ ചാർജ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ഫ്രൈറ്റ് ചാർജ്, കാരണം ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്. ഇതേത് മാർക്കറ്റ് പ്രൈസിൽ തരും, ഇതിനെപ്പറ്റിയൊക്കെ പിന്നീട് വരുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ പ്രോഡക്റ്റിന് ഒരു പെർമനൻ്റായിട്ട് ഇന്ത്യ ഒരു ക്ലയൻ്റായിട്ട് മാറി. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ 2030 ഏകദേശം 500 ബില്യൻ്റെ ട്രേഡാണ് അമേരിക്കയും ഇന്ത്യയും നടത്തുന്നത്. ഇന്ത്യൻ മന്ത്രി പറഞ്ഞ വിൻ വിൻ സിറ്റുവേഷൻ. ആർക്കാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായത്?
അഡ്വാൻറ്റേജ് ഉണ്ടായത് അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ സംഭവം അഡ്വാൻറ്റേജ് ഉണ്ടായത്. അതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് 0 വരുന്നു, ഇന്ത്യൻ പ്രോഡക്റ്റിന് 18%. ഉറപ്പായിട്ടും ഈ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുമോ? ഇതാണ് അടുത്ത ചോദ്യം. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ രണ്ടാമത്തെ സംഭവം, ഉറപ്പായിട്ടും ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അവർക്ക് പോയ അമേരിക്കൻ മാർക്കറ്റ് തിരിച്ചു കിട്ടും, ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അമേരിക്കൻ മാർക്കറ്റിലോട്ട് പോകും, അതിന് ഡിമാൻഡ് ഉണ്ടാകും. ഉറപ്പായിട്ടും ചൈനയും അമേരിക്കയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് അല്ല, അതുകൊണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അമേരിക്കൻ മാർക്കറ്റിൽ പോകും. ഇനി അതിൻ്റെ വോളിയം എത്ര കൂടും? ഇതാണ് അടുത്ത ചോദ്യം. ഈ പറയുന്ന വോളിയം ഇന്ത്യക്ക് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? കാരണം 19-20% വിയറ്റ്നാം, ഇന്തോനേഷ്യ, മറ്റുള്ള രാജ്യങ്ങൾ. നമ്മൾ ഇതിനകത്ത് ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരുമായിട്ടൊന്നും വലിയ ട്രേഡൊന്നും അമേരിക്കയ്ക്കില്ല. കാരണം ഈ പറയുന്ന വിയറ്റ്നാമുമായിട്ടും ഇന്തോനേഷ്യയുമായിട്ടും ചൈനയായിട്ടും ജപ്പാനായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് 18% കോമ്പറ്റീറ്റീവായിട്ടുള്ള ഇത് തന്നെയാണ്. പക്ഷെ അവർ മുൻപോട്ട് വെച്ചിരിക്കുന്ന ചില നിബന്ധനകളുണ്ട്. ഇത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കാരണം വെനസ്വേലൻ ഓയിലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ത്യൻ, അതായത് ഡിഫൻസുമായിട്ട് ഈ ടെക്നോളജി എന്ന് പറയുന്നതിലും ഡിഫൻസുമായിട്ട് എക്യുപ്മെൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഇന്ത്യക്ക് ഇന്ത്യയുടെ എത്രയും ഹാർഡ്വെയർ റഷ്യയുടെ ഉണ്ട്. അപ്പം റഷ്യയുമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് കട്ട് ഓഫ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ നിബന്ധനകളിൽ ഒന്നാം സ്ഥാനം. ഇത് പറയുന്നില്ല പുറത്ത്. അൾട്ടിമേറ്റ്ലി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇത്രമാത്രം ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്നു, H-1B. അതിനെന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? അതേപോലെ ഇന്ത്യക്കാർക്ക് പല അമേരിക്കയിൽ പലയിടത്തും ജോലി നഷ്ടമാകുന്നു, അവിടെ ഹറാസ് ചെയ്യുന്നു, അവരെ പുറത്താക്കുന്നു. അതിനെന്ത് പോം വഴിയാണ് ഉണ്ടാക്കിയത്? കാരണം ട്രേഡിൽ നിന്നും തുടങ്ങി എവിടുന്ന് എങ്ങോട്ട് പോയി, അത് എവിടെ ചെന്ന് നിന്നു, ഇതെല്ലാം ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം കീ ആയിട്ടുള്ള വൈറ്റൽ സെക്ടർ തന്നെയാണ്. കാരണം അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം ഇത്രമാത്രം ട്രംപ് ട്വീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് അമേരിക്കൻ നിബന്ധനകൾ ഇന്ത്യ ഫൈനലി അംഗീകരിച്ചു. അഗ്രികൾച്ചർ മാർക്കറ്റിൻ്റെ ആ കാര്യം നിൽക്കുക. കാരണം ഒരു കാരണവശാലും അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാം പ്രോഡക്റ്റും അഗ്രികൾച്ചറും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ വല്ലാതെ കയറി ബാധിക്കും. അത് ഇന്ത്യയുടെ ഫാം സെക്ടറിനും കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നൊരു സെക്ടർ എന്ന് പറയുന്ന ഫാം സെക്ടറാണ്. അതേപോലെ മറ്റുള്ള ഏതൊക്കെ പ്രോഡക്റ്റാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ വരാൻ പോകുന്നത്? നിങ്ങൾക്കറിയാം, യൂറോപ്യൻ യൂണിയനുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ മദ്യങ്ങൾ ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. ഇതേപോലെയുള്ള അമേരിക്കൻ മദ്യങ്ങളും മറ്റുള്ള പ്രോഡക്റ്റുകളും ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ എങ്ങനെ കയറി ബാധിക്കും? ഒരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടിന് നല്ലത് തന്നെയാണ്, നോ ഡൗട്ട്. അതിൻ്റെ അകത്ത് ഡൗട്ടില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അമേരിക്കൻ മാർക്കറ്റിൽ സുലഭമായിട്ട് വരും, അത് നല്ല പോസിറ്റീവാണ്. മറ്റൊരു വശം, അതായത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്, അതിനെ ഞാൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ ഇന്നടത്തുനിന്നേ വാങ്ങാവൂ, അതായത് ചില ഇതിനകത്ത് ചില എക്സംഷൻ വന്ന് കാണും. ഈ പറയുന്ന ഇറാനിലെ പോർട്ട് ചബാർ, കാരണം ഏപ്രിൽ വരെയാണ്, 6 മാസത്തേക്കാണ് അതിൻ്റെ സാങ്ഷൻ, അതായത് ഇന്ത്യക്ക് പെർമിഷൻ കൊടുത്തിരുന്നത്. ചിലപ്പോൾ അത് 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഇന്ത്യക്ക് നീട്ടിക്കൊടുക്കുക. ആ ചബാർ പോർട്ട് ഉപയോഗിക്കാൻ പറ്റും, അത് എക്സ്ട്രക്ഷൻ തരും. പക്ഷെ മറ്റൊരു നിബന്ധനയും കൂടെ വരും, ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങരുത്. ഇതൊക്കെയാണ് ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇതൊക്കെ ഇന്ത്യക്ക് അനുകൂലമാകുന്നു. ഈ അമേരിക്കൻ റെസ്ട്രിക്ഷൻ ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുണ്ടാകുന്നു
എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കും, നല്ലത് തന്നെയാണ്. പക്ഷെ അതല്ല, ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അവരാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ താന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് കയറി വരാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഞാൻ അത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നയാൾ കച്ചവടക്കാരനാണ്, പക്ക ബിസിനസ്സുകാരന്. അയാൾ ഈ മൈ ഫ്രണ്ടും അതും ഇതും ഒക്കെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി അയാൾക്ക് ആ കച്ചവടം വിജയിപ്പിച്ചെടുക്കണം. പല മീഡിയയിലൊക്കെ പറയുന്നത് കേട്ടു, യൂറോപ്യൻ ട്രേഡിൻ്റെ പേരിലാണ് അമേരിക്ക പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് ട്രേഡിൽ സൈൻ ചെയ്തത്. ഞാൻ കൃത്യമായിട്ട് പറയുന്ന അതല്ല റീസൺ. ഒറ്റ റീസണേ ഉള്ളൂ, ഇന്ത്യ വെനസ്വേലൻ ഓയിൽ വാങ്ങണം. കാരണം ചൈന മാറിക്കഴിഞ്ഞപ്പോൾ ഇത് പ്രധാനമായിട്ടും വാങ്ങാനൊരു രാജ്യമില്ലാതായി. കാരണം ഇന്ത്യക്ക് ഹ്യൂജ് വോളിയമാണ് ക്രൂഡിൻ്റെ ആവശ്യം, ഓയിലിൻ്റെ ആവശ്യം, എനർജിയുടെ ആവശ്യം. ഇന്ത്യയെപ്പോലൊരു ക്ലയൻറ്റിനെ കിട്ടുവാണെങ്കിൽ അമേരിക്കയുടെ ട്രേഡ് ഡീലിൽ അവർ സക്സീഡായി. ഇതാണ് അതിൻ്റെ പരമപ്രധാനമെന്ന് പറയുന്നത്. അവരാണ് പിന്നെ വില നിശ്ചയിക്കുന്നത്. അതുമല്ല, ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങാൻ പറ്റില്ല. ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് എത്രമാത്രം നീക്കുപോക്കുണ്ടായിട്ട് സക്സസ് ആകാൻ പറ്റും, ഇതൊക്കെ നമുക്കിനി വരാനുള്ള ഓരോ പ്രോഡക്റ്റുകൾ അത് കണ്ട ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ പറഞ്ഞിടത്തോളം പോയിടത്തോളം ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാം. ഈ ട്രേഡ് ഡീല് ഇന്ത്യയിലെ എക്സ്പോർട്ട്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഇന്ത്യൻ കറൻസി ആണെങ്കിലും അത് അമേരിക്കൻ ഡോളറുമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇന്ത്യക്ക് നല്ലത് തന്നെയാണ്. മറ്റൊരു ഭാഗത്തുണ്ടാകാൻ പോകുന്നത് ഈ പറയുന്ന പല കാര്യങ്ങളും അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലോട്ട് കാര്യങ്ങൾ പോയി. ചെറിയ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മാത്രമൊന്നുമല്ല. വെനസ്വേലൻ ഓയിൽ വാങ്ങുക, അമേരിക്കൻ ഡിഫൻസ് പ്രോഡക്റ്റ് വാങ്ങുക, ഈ കാര്യത്തിലോട്ടാണ് പോയിട്ട്. അതാണ് ഈ $500 ബില്യൺ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഇന്ത്യക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം രണ്ട് ഡീലും പൂർണ്ണമായിട്ട് നോക്കിയിട്ടേ പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥ വശം എന്താണ് നടന്നിരിക്കുന്നുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ.